എഡ്യൂക്കേഷനുള്ള ആളുകളായി എഡ്യൂക്കേഷനോട് കൂടി ബിസിനസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഗ്രോ ചെയ്യും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ചക്കക്കുരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ചക്കക്കുരു കിട്ടിയാൽ നമ്മളെന്താ ചെയ്യൽ? ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് സംസാരിച്ചു. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞ സാധനം. ഈ ചക്കക്കുരു എന്താ ചെയ്യുക? നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിടും, അതങ്ങനെ ഉണങ്ങിപ്പോവും. പക്ഷെ അതിൽ നിന്ന് എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് അത് ക്യാൻസറിൻ്റെ മെഡിസിനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് കയറ്റിയേക്കാൻ എൻ്റെ ഈ സുഹൃത്തിന് സാധിക്കുന്നതേ അവൻ ആ വഴിയിൽ ഒരുപാട് പഠിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്നും ചക്കക്കുരു കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ കൊടുത്ത് അവൻ IIM-ലെത്തട്ടെ, അവൻ വിദേശ രാജ്യങ്ങൾ പോയി പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള IIT-യിലോ IIM-ലൊക്കെ പോയി പഠിക്കട്ടെ. അങ്ങനെ പഠിച്ചാൽ ബിസിനസ്സിൽ പോലും ഒരു ഗ്രോത്ത് ഉണ്ടാവും. പഴയത് ഇപ്പം മലയാളികൾ ചെയ്യുന്ന ബിസിനസ് എന്താ കൂടുതലും? ഒന്നുകിൽ ടീ ഷോപ്പ്, അല്ലെങ്കിൽ ഹോട്ടൽ, അല്ലേ, അല്ലെങ്കിൽ ഗ്രോസറി. ഇതൊക്കെയല്ലേ ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബ്രാൻഡിങ് എന്താണെന്നറിയണം, സ്ട്രാറ്റജി എന്താണെന്നറിയണം, എന്താണ് ഫണ്ടിങ്, എന്താണ് ഏഞ്ചൽ ഫണ്ട് എന്നറിയണം. ഏഞ്ചൽ ഫണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് ഇതിനെങ്ങനെ വളർത്തുന്നറിയണം. അങ്ങനെ ആ ഒരു വലിയ കമ്പനി അത് ഏറ്റെടുക്കുന്നത് വരെ കൊണ്ടുപോകണം. ID മുസ്തഫ എന്ന് പറയുന്ന ആള് നമ്മളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഒരു ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ലോകത്തിലെ വലിയ വമ്പൻ കമ്പനിയായിട്ട് ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ ഈ പറയുന്ന മാർക്ക് സുക്കർബർഗ് അടക്കം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതാണ്. എന്താ മുസ്തഫയുടെ പ്രത്യേകത? എൻ്റെ സുഹൃത്തായതുകൊണ്ട് പറയാണ്. എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ. അദ്ദേഹം NIT പഠിച്ച് പിന്നെ IIM പഠിച്ച ആളാണ്, അല്ലാതെ കേവല ബിസിനസ് തുടങ്ങിയ ആളല്ല. നമ്മളൊക്കെ ഇഡ്ഡലി കച്ചവടം ഒരുപാട് തുടങ്ങിയിട്ടില്ലേ? പക്ഷെ അദ്ദേഹം NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ആദ്യം PG കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കലാലയം, മാനേജ്മെന്റിന്റെ കലാലയം എന്നറിയപ്പെടുന്ന IIM-ൽ നിന്ന് എന്താക്കി PG-യും കഴിഞ്ഞ്, അതും കഴിഞ്ഞിട്ടാണ് മൂപ്പര് പരിപാടിക്ക് നിന്നിട്ടുള്ളത്. നമ്മളാണെങ്കിൽ ആ ഇഡ്ഡലി അത്ര വിജയിക്കൂല. ഇഡ്ഡലി വെറുതാണ്ട് വിജയിച്ചതല്ല, അതിനൊരു പ്രത്യേക റിത്തമിലൂടെ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് പാറക്കടവിന്റെ പഴയകാല ഗൾഫുകാരൊക്കെ വലിയ കച്ചവടക്കാരാകാം, അതിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടല്ല നമ്മളെ കുട്ടികളെ കൊണ്ടുപോകേണ്ടത്, അതിനേക്കാൾ വലിയ കച്ചവടക്കാരനായിട്ടാണ്. അതിന് പോലും നല്ല എഡ്യൂക്കേഷൻ വേണം. അല്ലാതെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാതെ ഇനി എങ്ങോട്ടും നമ്മൾ വിടരുത്. കാരണം ഇന്റർനാഷണൽ ബിസിനസിന്റെ ഒരു കാലമാണ്. ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് വേണം, ടെക്നോളജി വേണം, ചിന്ത വേണം, എല്ലാം വേണം. റാപ്പോ വേണം. റാപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത രാജ്യക്കാരോട് ഭയങ്കര റാപ്പോ നിർവഹിക്കണം. ഇതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇവന് ടോപ്പ് ബിസിനസ്സുകാരനാകാൻ പറ്റൂ. അപ്പൊ ബിസിനസ്സിന് പോലും ഇനി വിദ്യാഭ്യാസം വേണം എന്നൊരു ലോകത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ മക്കളെ ഡോക്ടറാക്കണമെങ്കിൽ നിങ്ങൾ ആക്കിക്കോ. ഡോക്ടർ നല്ല ഒരു പദവിയാണ്, നല്ല ഉഷാറാണ്. കാരണം എന്താണെന്ന് ഇപ്പൊ ഈ കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഡോക്ടറുടെ വില എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഡോക്ടേഴ്സ് എല്ലാവരും കൂടി സജീവമായി എല്ലാവരും വീട്ടിലിരുന്നപ്പോഴും ഒരിക്കലും വിശ്രമിക്കാത്ത ആളുകളായി ഡോക്ടേഴ്സ് മാറി. അതുകൊണ്ട് നമ്മുടെ മക്കളെ എത്ര പേര് പാറക്കടവിൽ നിന്ന് ഡോക്ടർമാരുണ്ടാകണം, ഈ ഉമ്മമാരാ ശ്രദ്ധിക്കേണ്ടത്. ഈ ഉമ്മമാർ അതിനെ കുറിച്ചിട്ട് അതീവമായി ചിന്തിക്കേണ്ടത്. ഈ ഓരോ ആളുകളും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മളെ കുട്ടികളെ ഈ കെടുതിയിൽ നിന്ന് മാറുന്നു എന്നതുപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് എന്ത്? എത്തീസം എന്ന് പറയുന്നത്. എത്തീസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിരീശ്വരവാദം. നിരീശ്വരവാദം അത് നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ തലപൊക്കി തുടങ്ങുകയാണ്. പക്ഷെ അതിലാരും ബേജാറാകേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലും UK-യിലും കാനഡയിലൊക്കെ എത്രയോ കാലം മുമ്പ് വന്നിട്ട് ഇപ്പം അത് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ അതൊക്കെ. അവരൊക്കെ റിട്ടേൺ ബാക്ക് ടു വാല്യൂസ്. അവരിപ്പോൾ വാല്യൂസിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയണം, കുട്ടികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി ലിബറൽ പോളിസിയിലേക്ക് പോയി, ലിബറലായിട്ട് ചിന്തിച്ച് ലിബറലായിട്ട് നടന്ന് അവസാനം എവിടെ വരെ എത്തിയെന്നറിയോ? ഓരോരുത്തരും തോന്നിയ പോലെ കുട്ടികളായിട്ട് പോവുക, അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ ഒന്നാകെ കൂടുക. കുറച്ച് കുട്ടികൾ, എല്ലാ കോളേജ് കുട്ടികളും എല്ലാ കോളേജിലൊന്നുമില്ല, മെഡിക്കൽ സ്റ്റുഡൻസ് പോലും കുറച്ച് ശതമാനം, വളരെ കുറച്ച് ശതമാനം ഒന്നിച്ച് സീനിയർ കുട്ടികൾ, എൻ്റെ കുട്ടികൾ എല്ലാവരും കൂടി ഇത് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക. ഇങ്ങനെയുള്ളൊരു ലോകത്തിലേക്കൊക്കെ കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചിട്ട് നമുക്ക് എന്താക്കണം? ഒരു ചിന്തയുണ്ടാകും. ലിബറൽ പോളിസി എന്നാണ് അതിനവർ പറയുന്നത്. നമ്മുടെ പഴയകാല ചിന്തകളും നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ വിട്ടേച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളാ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നിങ്ങളെ മാത്രം ഉപദേശിക്കുകയല്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് 5 രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകണമെന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സ്പിരിച്വലാണ്. നമ്മുടെ മക്കളെ ആത്മീയപരമായി എവിടെ എത്തിക്കണം? ഇതിൽ എത്ര പേരുടെ മക്കൾ ഹാഫിലിങ്ങളുണ്ട് എന്ന ചോദ്യത്തിന് നമ്മൾ നമ്മുടെ നെഞ്ചിനോട് ഒന്ന് ഉത്തരം നൽകണം. എനിക്കൊരാൾ പോലും ഉണ്ടാകണം, ഒരാളെങ്കിലും ഉണ്ടാകണം.
അവസാനം എൻ്റെ മയ്യത്തിനെ കൊണ്ടുവന്ന് കിടത്തുന്ന ഒരു രംഗമുണ്ട്. അന്ന് എല്ലാവരും ബാക്കിൽ നിന്നേക്കണം. എല്ലാ ഉസ്താദുമാരും എല്ലാവരും അന്ന് ഇമാമത്ത് നിൽക്കേണ്ടത് സ്വന്തം മക്കളാണ്. ആ സ്വന്തം മക്കൾ കൈകൾ ഉയർത്തുമ്പോൾ വെറും വിദ്യാഭ്യാസം കൊടുത്തിട്ട് ദീനീപരമായ ഒരു വിവരം പോലും ഇല്ലാതെ അന്നത്തെ ളുഹ്ർ പോലും നിസ്കരിച്ചിട്ടില്ലാത്ത മോനാകരുത് നമ്മുടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത്. അതുകൊണ്ട് വെറും കച്ചവടക്കാരായി നമ്മളെ മക്കളെ മാറ്റരുത്. നമ്മുടെ കുട്ടികളെ ഇത്ര വളർത്തി വലുതാക്കണം. പഴയകാല ആളുകളൊക്കെ അത് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനീപരമായ ഉയർച്ച. രണ്ടാമത്തത്, അവരുടെ കരിയറിൽ നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാക്കണം. കരിയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവിയിൽ അവരുടെ ജോലിയാകട്ടെ എന്തുമാകട്ടെ അതിൽ വിദ്യാഭ്യാസം, അതനുസരിച്ചുള്ള ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ, ആ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ എത്തിക്കുന്നത് വരെ നിതാന്തമായ ജാഗ്രത നമുക്കുണ്ടാക്കണം. നമ്മുടെ കുട്ടികളെ PG കഴിയാതെ, ആ വാക്കൊന്നും കൂടി പറയട്ടെ, PG കഴിയാതെ വിദ്യാഭ്യാസം ദയവ് ചെയ്ത് നിങ്ങൾ നിർത്തരുത്. ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷം കൂടി പഠിക്കുന്നതിനാണ് PG എന്ന് സാധാരണ പറയാം. +2 കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് ജനറൽ ഡിഗ്രിയും PG ആണെങ്കിൽ 5 കൊല്ലം, പ്രൊഫഷണൽ ഡിഗ്രിയും PG ആണെങ്കിൽ ഏകദേശം 7-8 കൊല്ലമാകും. അത് കഴിയാതെ നിർത്തരുത് എന്ന് ഓരോരുത്തർ ശാഠ്യം പിടിക്കുക. അത് കുട്ടികളോട് ചെറുപ്പത്തിലേ പറയാ. എന്ത് പറയാ? ഈ PG ചെയ്യാതെ നിർത്തരുത്. PG എന്നുള്ള സാധനം അവൻ്റെ തലയിലേക്ക് കയറണം. അങ്ങനെയാണ് നമ്മളെ കുട്ടികൾ. ഇപ്പം എൻ്റെ കുടുംബത്തിലൊരു കുട്ടി ചെറുപ്പം മുതലേ ഇതിങ്ങനെ കേട്ട് അവനെ ഡിഗ്രിക്ക് നിർത്തണം എന്ന് കുറേ വിചാരിച്ചു. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അത് തീർന്ന് പിന്നെ ഇപ്പോൾ PG കഴിഞ്ഞു. എങ്ങനെയെങ്കിലും അതിലേക്ക് കണ്ടെത്തിക്കുക. പോരാ, കുട്ടികളെ കഴിവുള്ളവരാക്കുകയും ചെയ്യുക. അതിന് ചെറുപ്പം മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ സ്കൂളിൽ പോവുക, എന്നിട്ട് ടീച്ചേഴ്സിനോട് സംസാരിക്കുക, അത് മാത്രമൊന്നുമല്ല. കുട്ടികളെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരായി കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ കൂട്ടുകാരാകുക. എത്ര രക്ഷിതാക്കൾക്ക് കൂട്ടുകാരാകാൻ പറ്റുന്നത്? സ്നേഹിതന്മാരാകുക എന്ന്. വാപ്പ സ്നേഹിതനായ ഭയങ്കര രസമാണ്. വാപ്പ സ്നേഹിതനാകുമ്പോൾ മക്കൾ കാത്തു നിൽക്കും. വാപ്പ അല്ലെങ്കിൽ ഉമ്മ അപ്രോച്ചബിൾ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. ശ്രദ്ധിക്കണം, ഞാൻ രണ്ടും പറഞ്ഞ വാക്ക്. അവൈലബിൾ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് വീട്ടിലുണ്ടാവണം. ചില വാപ്പാരുണ്ട് വരും, മോനു ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ മുട്ടായിയൊക്കെ കൊടുത്തിട്ട് ഒരൊറ്റ പോക്ക, പിന്നെ കൂട്ടായിൽ വേണം വിട്ട വരിക, പിന്നെ വാപ്പര വീട്ടിൽ കാണും. നമ്മൾ സമൂഹേന്നും പറഞ്ഞ് പാഞ്ഞോളൂ. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കൂടെ സമയം വേണം. നമ്മൾ അവൈലബിൾ ആവണം. നമ്മൾ ആ വീട്ടിലുണ്ടാകണം. ഇടയ്ക്കെങ്കിലും ആഴ്ചയിൽ 1 ദിവസമെങ്കിലും, പറ്റുമെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നിങ്ങളൊരു ഷോർട്ട് ട്രിപ്പ് പോകണം. ഷോർട്ട് ട്രിപ്പ്. നിങ്ങൾ എന്നും ഊട്ടിക്കും അമേരിക്കയ്ക്കും പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു ഷോർട്ടായിട്ട് ഇവിടെ നേരെ കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ ഒന്ന് എറണാകുളത്തേക്കോ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മക്കളുടെ കൂടെ. അത് ഗൾഫ് ഫാമിലി കുറേയൊക്കെ എന്താക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. കാരണം ശനിയാഴ്ച വരെ ജോലിയായിരിക്കും അയാൾക്ക്, ശനി ഞായർ ലീവായിരിക്കും. അതുകൊണ്ട് ആ ദിവസമെങ്കിലും ഒന്ന് പോകുന്ന ആൾക്കാരാണ് മിക്കവാറും ഗൾഫ് ഫാമിലിയൊക്കെ കൂടുതലും. അതുകൊണ്ട് ആ ദിവസം വരെ അവർ കാത്തു നിൽക്കും. അതുകൊണ്ട് ഷോർട്ട് ട്രിപ്പ്. അന്ന് കുട്ടികളോട് ഈ പഠിച്ചോ, എഴുതിയാൽ പോകാം അങ്ങനൊന്നും പറയരുത്. വെച്ചിട്ട് ആ ദിവസം വളരെ ഹരമുള്ള ഒരു ദിവസമാക്കി കുട്ടികളെ മാറ്റണം. വേണമെങ്കിൽ പുറത്തുനിന്ന് ഒരു ഫുഡൊക്കെ കഴിച്ചു, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. കുട്ടികളെ കൂട്ടുകാരാക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. കുട്ടികളെ ആനയായിട്ടിരുന്നിട്ട് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആനയായിട്ടിരുന്ന് കളിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ പുറത്തിരുത്തിയിട്ട് ആനയായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ആരാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയാൽ കുട്ടികളെ ആനയാക്കി കളിപ്പിക്കുമായിരുന്നു. കുട്ടികളോട് തമാശ പറയുമായിരുന്നു. കുട്ടികളോട് സുന്ദരമായി സംസാരിക്കുമായിരുന്നു. കുട്ടികളെ ചെവി പിടിച്ചിട്ട്, ബാക്കിൽ നിന്ന് ചെവി പിടിച്ചിട്ട് ആനയായി കളിപ്പിക്കുമായിരുന്നു. ഇങ്ങനെ കുട്ടികളെ കളിപ്പിച്ച് കൂടെ കൊണ്ടടക്കണം. ഫ്രണ്ടായി മാറണം. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കയ്യിലൊരു മൊബൈലുണ്ട്. ആ മൊബൈലിൽ ഫേസ്ബുക്ക് നിങ്ങൾക്കുണ്ട്, വാട്സപ്പ് നിങ്ങൾക്കുണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു ദുരന്തമാണ് ഇൻസ്റ്റഗ്രാം. ഞാൻ അതിന് കുറ്റപ്പെടുത്തല്ല. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളെ റീല് വരാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ ടിക്ടോക്ക് വീഡിയോ എടുക്കുക. പെണ്ണുങ്ങൾക്ക് യാതൊരു നാണവും ഇല്ല, ഒന്നുമില്ല. ഞാനതിനെ വിമർശിക്കല്ല. ഞാൻ പറഞ്ഞത് ദീനീപരമായിട്ടുള്ള ആളുകളെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ചെയ്യണവർ ചെയ്തോട്ടെ, അവർക്ക് അതിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിക്കോട്ടെ. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അത് സ്വതന്ത്രമായ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ മനുഷ്യൻ്റെ ജാള്യത ഒക്കെ പുറത്തെടുത്തിട്ട് ഇല്ലാത്ത ആൾക്കാർ അതിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ടിക്ടോക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, ഞാൻ ആരും വിമർശിക്കുന്നില്ല. പക്ഷെ നമ്മളതിൽ ചില ശ്രദ്ധകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് ആരും ലൈക്ക് അടിക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. എന്തിനാ നമ്മളെ പണിക്ക് പോണത്? അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പും മാത്രം നോക്കി ഇരുന്നിട്ട് നിങ്ങൾ അവൈലബിൾ അല്ല. നിങ്ങൾ വീട്ടിലുണ്ട്, പക്ഷെ കുട്ടി വരുമ്പോഴേക്ക് നിങ്ങൾ എന്താണ്, അനുപോ ഇയാളെ പോയിട്ട് കളിച്ചോ, ഇവിടെ കളിച്ചോ. കാരണം നിങ്ങൾക്ക് റീല് നോക്കാനുണ്ട്.
അപ്പൊ നിങ്ങൾ അവൈലബിൾ അല്ല, 24 മണിക്കൂറും നിങ്ങൾ വീട്ടിലുണ്ടായിട്ടും കുട്ടിക്ക് അപ്രോച്ചബിൾ അല്ല എന്ന് പറഞ്ഞാൽ സമീപിക്കാൻ പറ്റണില്ല. ഉമ്മ ഒരു രാക്ഷസിയെ പോലെ തോന്നുകയാണ്. എപ്പോൾ അടുത്തേക്ക് പോയാലും അങ്ങോട്ട് പോയിക്കോ, ആ റൂമുക്ക് പോയിക്കോ എന്ന് പറയാണ്. ഇങ്ങനെ കുട്ടി പിന്നെ ഒറ്റപ്പെട്ടു പോവാണ്. കുട്ടി അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പോയിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളൊരു തരം ടെക്സ്റ്റ് ബുക്കാണ്.